ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030 ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം ശ്രീമതി മുർമു ഇന്ന് നിർവഹിക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരികക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. विकसित भारत संकल्प अभियान के लिए नशा मुक्त युवा, इस मूवमेंट का नाम ही इसके संकल्प को स्पष्ट करता है, क्योंकि आज जब देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, आत्मविश्वास से भरपूर हो. यही इस अभियान का उद्देश्य है. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗം ലക്നൌവിൽ ഇന്ന് ആരംഭിക്കും. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. അതീവ ജാഗ്രതയിൽ ജില്ല. വെള്ളപ്പൊക്ക ഭീഷണിയിൽ അപ്പർ കുട്ടനാട് മേഖല. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. ജില്ലയിൽ ആകെ 100 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3500-ലധികം പേരാണ് ഉള്ളത്. മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത് തുടരുകയാണ്. കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെ 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതി രൂക്ഷമാണ്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കൊട്ടിയൂർ പാൽച്ചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെടുമ്പുഴ വഴിയുള്ള വാഹന സഞ്ചാരം തുടരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാൽ 2 ബദൽ പാതകൾ ഉപയോഗിക്കാമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. സംസ്ഥാനത്തെ മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു.
ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണൽ ഇന്ന്. ബീഹാറിലെ ബങ്കിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ധാദിയ എന്നീ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞ മാസം 30-നാണ് നടന്നത്. ബിരുദതല മെഡിക്കൽ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള ഓൾ ഇന്ത്യ കോട്ടയിലെ പ്രവേശനത്തിനായുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം നാളെ ആരംഭിക്കും. 2026-27 ബാച്ചിന്റെ അധ്യയന വർഷം സെപ്റ്റംബർ 8-ന് തുടങ്ങും. ഡീംഡ് സെൻട്രൽ സർവകലാശാലകളിലേക്കുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം ഓഗസ്റ്റ് 4 മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കും. സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്ക് ആദ്യഘട്ട കൌൺസിലിംഗ് ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 22 വരെയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യരാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് കൂടുതൽ സമയം നൽകാനും ഇറാനുമായുള്ള ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകൾ പരിഹരിക്കാനും തീരുമാനം സഹായിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നിർണായക പാത വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ച് നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഗ്ലാസ്ഗോയിലെ ഹൈഡ്രോ അരീനയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങോടെ കോമൺവെൽത്ത് ഗെയിംസിന് സമാപനം. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം 39 മെഡലുകൾ നേടി ഇന്ത്യയ്ക്ക് 4ാം സ്ഥാനം ലഭിച്ചു. വിശദാംശങ്ങളിലേക്ക്. സമാപന ചടങ്ങിൽ 2030-ൽ ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100ാം വാർഷിക മേളയായാണ് അഹമ്മദാബാദിൽ ഗെയിംസ് അരങ്ങേറുക. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്ര, IOA പ്രസിഡന്റ് PT ഉഷ, ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘ്വി എന്നിവരടങ്ങുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിനാണ് സ്കോട്ട്ലൻഡ് അധികൃതർ പതാകയും ബാറ്റണും കൈമാറിയത്. ബോക്സിംഗിലും ജൂഡോയിലും ഗ്ലാസ്ഗോയിൽ ഇന്ത്യ ചരിത്ര നേട്ടം കുറിച്ചു. പാരാ അത്ലറ്റിക്സിൽ ശ്രദ്ധേയമായ പ്രകടനം ഇന്ത്യ കാഴ്ചവെച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഈ മാസം 6-7 തീയതികളിൽ മുംബൈയിൽ ബ്രിക്സ് വേവ്സ് ബസാർ സംഘടിപ്പിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ, വ്യവസായ സംഘടനകൾ, നിർമ്മാതാക്കൾ, OTT പ്ലാറ്റ്ഫോമുകൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ എന്നിവരിൽ നിന്നുള്ള 500-ലധികം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഓഡിയോ വിഷ്വൽ, ക്രിയേറ്റീവ് മേഖലകളിലെ സഹകരണത്തെ ശക്തിപ്പെടുത്തുകയാണ് വേവ്സ് ബസാറിന്റെ ലക്ഷ്യം. കേരളത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി K മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. ശബരിമല ദർശനത്തിനായി ഇന്ന് രാവിലെ നട തുറന്നു. തുടർന്ന് 18ാം പടിക്ക് സമീപത്തു നിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിലെത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ നിറപുത്തരി പൂജകൾ നടന്നു. തന്ത്രിയും മേൽശാന്തിയും പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. അതേസമയം ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് പമ്പ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ 88,05,000-ലധികം എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ പൂർത്തിയായതായി ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചു. വോട്ടർ വിവരശേഖരണത്തിനുള്ള ഫോമുകൾ വീടുകളിലെത്തി വിതരണം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 19-ന് പ്രസിദ്ധീകരിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ മികച്ച പ്രതിരോധശേഷി പ്രകടിപ്പിച്ചതായി RBIയുടെ പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിൽ ഇന്നലെ നടന്ന സമാധാന റാലിക്കിടെ പോലീസ് സ്റ്റേഷന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 14 പേർ കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. കോങ്കോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030-ലെ ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.